കോളേജിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കമ്മ്യൂണിക്കേഷൻ ത്രൂ നമ്മുടെ ആശയവിനിമയത്തിലൂടെ നമ്മുടെ ഇടപെടലിലൂടെയാണ് നമുക്ക് ഇതെല്ലാം ലഭിക്കുന്നത്. പക്ഷേ ഒരു വ്യക്തിക്ക് ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ മാന്യമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ സമൂഹശാസ്ത്രം അനിവാര്യമാണ്. അത് അനിവാര്യമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ പാഠം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളും. അപ്പൊ നമുക്ക് ബോധ്യപ്പെടാനും പറ്റും, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാനും പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ അതിലെ ഒന്നാമത്തെ കാര്യമാണ് എന്താണ് സോഷ്യോളജി, എന്തിനാണ് സോഷ്യോളജി, എങ്ങനെയാണ് സോഷ്യോളജി, വാട്ട് ഈസ് സോഷ്യോളജി, ഡിഫൈൻ സോഷ്യോളജി, എക്സ്പ്ലെയിൻ സോഷ്യോളജി, നേച്ചർ ഓഫ് സോഷ്യോളജി എന്ന് പറയുമ്പോൾ നമുക്ക് സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന, ശാസ്ത്രീയമായി പഠിക്കുന്ന വിഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യോളജി അഥവാ സമൂഹശാസ്ത്രം എന്ന് പറയുന്നത്. ഇത് ഒരു മനുഷ്യന്റെ മൂല്യബോധങ്ങൾ, അവരുടെ അടിസ്ഥാനപരമായിട്ട് ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഒരു സമൂഹത്തിനുണ്ടാവുന്ന പങ്കിനെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നതും നമുക്ക് അറിയാൻ പറ്റുന്നതും, അതുപോലെ വിദ്യാഭ്യാസം, ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റു ബോധ്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമുക്ക് സമൂഹത്തെ മനസ്സിലാക്കാൻ, ഈ സമൂഹത്തിൽ ഞാനും നിങ്ങളും അടങ്ങിയ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഈ സമൂഹത്തെ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് ഈ സമൂഹത്തെ മനസ്സിലാക്കാൻ, എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ സോഷ്യോളജി ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, സമൂഹശാസ്ത്രം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതും അതിന്റെ ഒരു യൂസ് ആണ്, ഉപയോഗമാണ് എന്ന് നമുക്ക് പറയാം. സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സമൂഹത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും, അയൽവക്കത്ത് പ്രശ്നം, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. പക്ഷെ അതൊക്കെ നാട്ടുകാരും വീട്ടുകാരും രാഷ്ട്രീയക്കാരൊക്കെ വന്ന് ഇടപെടുന്നത് എന്തുകൊണ്ടാ? ഈ സമൂഹത്തിൽ ഒരു ബോധ്യമുള്ളത് കൊണ്ട്, സമൂഹമുള്ളത് കൊണ്ട് അല്ലേ? അല്ലെങ്കിൽ എല്ലാവർക്കും അവനവന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും, ആകെ അടിയിട്ടിയാവൂലേ? അപ്പൊ സമൂഹത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും നമുക്ക് എന്ത് വേണം? സാമൂഹ്യ ശാസ്ത്രം വേണം. ഉത്തരമാണ്. അപ്പൊ ചോദിച്ചാൽ മാർക്ക്, എത്ര മാർക്കിനാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പേപ്പറിൽ പൊലിപ്പിച്ച് എഴുതാൻ എന്റെ മക്കൾക്ക് അറിയും എന്നുള്ള വിശ്വാസത്തോടെ തന്നെ പറഞ്ഞോട്ടെ. സോഷ്യോളജി ഈസ് എ വെരി ഈസി ടോപ്പിക്. എളുപ്പമാണ്. ആ ഒരു ചോദ്യം വന്നാൽ നമ്മളുടെ മാർക്ക് ഫുള്ളും നമ്മുടെ കയ്യിൽ തന്നെയാണ് എന്ന് ഉറപ്പിക്കാം. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് മക്കളെ സോഷ്യോളജി, സമൂഹശാസ്ത്രം. അപ്പോ കാര്യം കത്തിയോ? ഇതിൽ കുറെ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. സിമ്പിൾ ആയിട്ട് ഒന്നാമത് നിങ്ങൾക്ക് 1 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ, സോ വാട്ട് ഈസ് സോഷ്യോളജി, അല്ലെങ്കിൽ ഡിഫൈൻ സോഷ്യോളജി, എക്സ്പ്ലെയിൻ സോഷ്യോളജി, ഡിസ്ക്രൈബ് സോഷ്യോളജി എന്നൊക്കെയാണ് ഞാൻ മുമ്പ് കുറെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പൊ പുതിയൊരു സംഭവം കൂടി വന്നിരിക്കണം. എന്താ പറയുക, ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക, ചെറിയ ഒരു കുഞ്ഞു പാഠമാണ് ഇത്. ഇതില് സോഷ്യോളജി എന്താ, സമൂഹശാസ്ത്രം എന്താ, എന്തിനാണ് സമൂഹശാസ്ത്രം ഉണ്ടാക്കിയെന്നുള്ള ഒരൊറ്റ ചോദ്യം വരുള്ളൂ. ഏത് ചോദ്യങ്ങൾ എങ്ങനെ ചോദിച്ചാലും ഉത്തരങ്ങൾ ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിന് തന്നെയാണ് വരിക. ഇതന്നെയാണ് എല്ലാത്തിന്റെയും ഉത്തരം എന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്കൊന്ന് റിവൈൻഡ് ചെയ്തു തരാം. അതെല്ലാമാണ് ഇതിന്റെ ഉത്തരം. ഇനി ഈ ഒരു പാഠത്തുനിന്ന് ഏത് ചോദ്യം വന്നാലും ഇത് എഴുതി വെക്കും, നിങ്ങളെ മാർക്ക് പോകൂല, ഞാൻ ഗ്യാരണ്ടിയാ. ഓക്കെ.